നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി സെൻസസ് പൂർണ്ണമായും ഡിജിറ്റലാകാൻ പോവുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായതും നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു പുതിയ സംവിധാനമാണ് സെൽഫ് എന്യൂമറേഷൻ. പണ്ടൊക്കെ നമുക്കറിയാം, സെൻസസ് ഉദ്യോഗസ്ഥർ നേരിട്ട് നമ്മുടെ വീടുകളിൽ വന്ന് വിവരങ്ങൾ ചോദിച്ചറിയുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ മാറ്റങ്ങൾ അനുസരിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ വിവരങ്ങൾ നമ്മുടെ സ്വന്തം മൊബൈൽ ഫോണിലൂടെയോ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലൂടെയോ നമുക്ക് തന്നെ സെൻസസ് പോർട്ടലിൽ രേഖപ്പെടുത്തുവാൻ സാധിക്കും. അതാണ് സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ എന്താണ് സെൽഫ് എന്യൂമറേഷൻ, എങ്ങനെ ആണ് ഇത് എളുപ്പത്തിൽ തെറ്റുകൂടാതെ നമുക്ക് സ്വന്തമായി ചെയ്യാം, ഇതിനൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ പരിശോധിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിൽ ഓരോ ചോദ്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെ നമ്മൾ നമ്മുടെ വിവരങ്ങൾ നൽകുവാൻ ശ്രദ്ധിക്കുക. അതല്ലാതെ നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്തു എന്ന് ഫങ്കിവാക്ക് പറയുന്നതിലല്ല കാര്യം. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളും വിശദമായി തന്നെ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ പരിശോധിക്കാം. ആദ്യമായിട്ട് നമ്മൾ സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായിട്ട് നമ്മളൊരു സെൻസസ് പോർട്ടലിൽ പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മളിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതല്ല എങ്കിൽ നമ്മളുടെ ഫോണാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോണിലൂടെ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ജസ്റ്റ് നമ്മൾ ഏത് ബ്രൗസറാണോ, അത് ഗൂഗിൾ ക്രോം ആയിരിക്കാം, ഏതോ ആയിരിക്കാം, അതിൽ നമ്മൾ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ എന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ ആ ഒരു പോർട്ടലിൻ്റെ ലിങ്ക് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമുക്കിവിടെ ആ ഒരു ലിങ്ക് ആദ്യം തന്നെ കാണാൻ കഴിയുന്നതാണ് sc.census.gov.in. അപ്പം നമ്മൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നമ്മൾ ആ സെൽഫ് എന്യൂമറേഷൻ SC എന്ന ആ ഒരു ലിങ്കിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു പുതിയൊരു വിൻഡോ ഓപ്പണായി വന്നു. ഇതിൽ നമുക്ക് നോക്കുമ്പോഴേക്കും അതിനകത്ത് നമ്മളുടെ സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി അത് ഏതാണെന്ന് സെലക്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ക്യാപ്ച എൻ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നു. തൊട്ട് താഴെയുള്ള ആ ഒരു ക്യാപ്ച നമ്മളിവിടെ എൻ്റർ ചെയ്യുകയാണ്. അത് എൻ്റർ ചെയ്ത് നമ്മൾ വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്നതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അത് നമ്മൾ കൃത്യമായി എൻ്റർ ചെയ്ത് വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്നതിൽ നമ്മളിവിടെ എൻ്റർ ചെയ്യുമ്പോഴേക്കും പുതിയൊരു വിൻഡോയിലോട്ട് നമ്മൾ പോകുന്നതാണ്. അതിനകത്ത് നമ്മൾ ജസ്റ്റ് ഹിന്ദിയിലാണ്. നമുക്ക് ഹിന്ദി അറിയാത്തവരാണെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. ആകെ താഴെ ഒരു ഓക്കെ ഉണ്ട്. നമ്മൾ ആ ഒരു ഓക്കെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ആ ഒരു വിൻഡോ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മൾ വീട്ടിലെ ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ പേര് വിവരങ്ങളാണ് നൽകേണ്ടി വരുന്നത്. അത് അതിനനുസരിച്ച് ചെയ്യുക. അതല്ലാതെ വീട്ടിൻ്റെ ഉടമസ്ഥൻ്റെ പേര് എന്നുള്ള ഒരർത്ഥത്തിലല്ല അത് രേഖപ്പെടുത്തേണ്ടതെന്ന് നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഭാര്യയ്ക്കോ ഭർത്താവിനോ ആർക്ക് വേണമെങ്കിലും നമുക്ക് അവിടെ പേര് അവിടെ രേഖപ്പെടുത്താവുന്നതാണ്. അതല്ലാതെ ആ ഒരു ഹൗസ് ഹോൾഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വീടിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ്റെ പേരല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം തൊട്ട് താഴെ നമ്മളുടെ മൊബൈൽ നമ്പർ നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു മൊബൈൽ നമ്പർ രേഖപ്പെടുത്തി ആ ഒരു മൊബൈൽ നമ്പറിൽ നിന്നും പിന്നീട് നമുക്ക് അടുത്തൊരു സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ കഴിയുകയില്ല എന്ന ആ ഒരു വിവരം കൂടി നമ്മൾ നോട്ട് ചെയ്യുക. അതിന് തൊട്ട് താഴെ ഇമെയിൽ ഉണ്ട്. ഇമെയിൽ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളവിടെ ഇമെയിൽ ID രേഖപ്പെടുത്തിയാൽ മതിയാകും. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അത് ഞാനിവിടെ ഇമെയിൽ ID രേഖപ്പെടുത്തുന്നില്ല. അതിന് ശേഷം ഞാൻ ആ ഒരു വെരിഫൈ ആൻഡ് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത ഒരു പേജിലോട്ട് പോകുകയാണ്. അടുത്തൊരു പേജിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നമുക്കൊരു ഫോണിൽ ഒരു OTP വരും. നമ്മളിപ്പോൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തു. അതിനുശേഷം നമ്മുടെ ഫോണിൽ ഒരു OTP നമുക്ക് ലഭ്യമാകും. ആ ഒരു OTP എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ തൊട്ട് മുകളിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനൊരു ഓപ്ഷനുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ലാംഗ്വേജ്, നമുക്കറിയാവുന്ന ഒരു ലാംഗ്വേജ് നമ്മളവിടെ സെലക്ട് ചെയ്യുക. ആ ഒരു ലാംഗ്വേജിലായിരിക്കും നമ്മൾ തുടർന്നുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ലാംഗ്വേജ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ മൊബൈലിൽ ലഭ്യമായ OTP എൻ്റർ ചെയ്ത് നമ്മൾ വെരിഫൈ OTP കൊടുത്ത് അടുത്ത പേജിലോട്ട് നമുക്ക് പോകാൻ കഴിയുന്നതാണ്. അപ്പം ഒരു മെസ്സേജ് നമുക്കവിടെ കാണാൻ കഴിയുന്നതാണ്. താങ്കളുടെ SC ID അതാത് സ്ഥലത്തെ എന്യൂമറേറ്റർക്ക് സ്ഥിരീകരണത്തിനായി നൽകുന്നതാണ്. മാപ്പിൽ നമ്മളുടെ വീട്ടിൻ്റെ സ്ഥാനം രേഖപ്പെടുത്തുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അത് ജസ്റ്റ് നമ്മളൊന്ന് വായിച്ച് നോക്കുക. കൃത്യമായിട്ടും അത് വായിച്ച് നോക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു OK ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. OK ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ മാപ്പിൽ
ഒരു മാപ്പിൻ്റെ കാണാൻ താഴെ നമ്മളുടെ സംസ്ഥാനം ഓൾറെഡി അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് സംസ്ഥാനം വന്നു. അതിനുശേഷം നമ്മൾ ഏത് ജില്ലയിലാണോ ഉള്ളത് ആ ജില്ല നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ പിൻകോഡ് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മളിപ്പോൾ മാപ്പിൽ ഇപ്പോൾ വലിയൊരു ഏരിയ ആയിരിക്കും കാണിക്കുന്നത്. നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള എന്തെങ്കിലും ഒരു ലാൻഡ്മാർക്ക് നമ്മൾ മാപ്പിൽ സെർച്ച് ചെയ്യുന്നതിനായിട്ട് അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കിപ്പം ലാൻഡ്മാർക്ക് ചിലപ്പോൾ ഒരു പള്ളി കാണുമായിരിക്കും. ആ പള്ളി സെർച്ച് ചെയ്ത് നമുക്ക് നമ്മളുടെ വീടിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റും. അതല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്ഥലപ്പേരായാലും മതി. ഒരു സ്ഥലപ്പേരോ സെലക്ട് ചെയ്ത് നമ്മൾ സെർച്ച് കൊടുക്കുമ്പോഴേക്കും ആ ഒരു ഏരിയ ആയിരിക്കും മാപ്പിൽ വരുന്നത്. അതിൽ നിന്നും നമ്മളുടെ ഏരിയ നമുക്ക് സൂം ചെയ്ത് നമ്മളുടെ ഏരിയ ഏതാണ് അതിലേക്ക് മാപ്പ് നീക്കി ആ ഒരു ചുമന്ന പോയിന്റ് നമ്മൾ നീക്കി നമ്മളുടെ വീട്ടിൻ്റെ മുകളിൽ, അതല്ലെങ്കിൽ വീട്ടിന് ഏറ്റവും അടുത്തുള്ള ഭാഗത്ത്, ചിലപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മാപ്പിൽ അത് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിൻ്റെ അടുത്തായാലും കുഴപ്പമുണ്ടാവത്തില്ല. പക്ഷേ ഇപ്പോൾ കഴക്കൂട്ടത്ത് വീടുള്ളൊരു വ്യക്തി മാപ്പിൽ ശ്രീകാര്യമാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ SC ചെയ്തത് കൊണ്ട് യാതൊരുവിധ കാര്യവും ഉണ്ടാകുന്നില്ല. നമ്മളുടെ വീട്ടിൽ വരുന്ന എന്യൂമറേറ്റർക്ക് നമ്മൾ SC ID കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആപ്പിൽ SC ID വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും ആ ഒരു കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ കൃത്യം എന്നല്ല, അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ഒരു 200-300 മീറ്റർ അല്ലെങ്കിൽ 400 മീറ്റർ മാറുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഒരു HLB ഉണ്ടാകും. അതായത് നമ്മളുടെ ഏരിയയിൽ എന്യൂമറേറ്ററായിട്ട് ജോലി ചെയ്യുന്നതിന് ഒരാൾ നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ നമ്മൾ HLB എന്നാണ് പറയുന്നത്. ആ HLBയും അതിനടുത്തുള്ള HLBകളിലും സെൽഫ് എന്യൂമറേഷൻ നടത്തിയുള്ള വിവരങ്ങളൊക്കെ ഈ ഒരു എന്യൂമറേറ്ററിൻ്റെ ആ ഒരു ഫോണിൽ ആപ്പ് വഴിയാണ് ഡേറ്റ കളക്ട് ചെയ്തത്. അതിനകത്ത് ലഭ്യമാകുന്നതാണ്. അതുകൊണ്ട് ഇച്ചിരിയൊക്കെ മാറിപ്പോയാലും കുഴപ്പമില്ല. അടുത്ത HLBയിൽ SC ചെയ്തവരുടെ വിവരങ്ങളും ഈ HLBയിലുള്ള എന്യൂമറേറ്റർക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ചെറിയ ഒരു ഡിസ്റ്റൻസ് മാറിപ്പോയത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. എങ്കിലും നമ്മൾ ആക്യുറേറ്റായിട്ട് ചെയ്യുക. വളരെയധികം ദൂരമുണ്ടെങ്കിൽ, ഇപ്പോൾ കഴക്കൂട്ടത്തുള്ള ഒരാൾ പോത്തങ്കോടോ ശ്രീകാര്യമോ ഉള്ള സ്ഥലമാണ് ചൂസ് ചെയ്തെങ്കിൽ ഒരിക്കലും അത് ഈ ഒരു എന്യൂമറേറ്ററുടെ ആപ്പിൽ അത് ലിസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് സ്ഥലം നമ്മൾ മാപ്പിൽ സെലക്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴായിട്ട് നമ്മൾ 2 കൈ കൊണ്ട് നമുക്കത് കഴ്സർ ആ ഒരു പോയിന്റ് നമുക്ക് നീക്കാൻ പറ്റും. അത് നമ്മൾ ചെയ്യുക. അതിനുശേഷം കറക്റ്റ് പോയിന്റിൽ നമ്മൾ ആ ഒരു കൊണ്ട് വെച്ച് നമ്മൾ മാപ്പ് അവിടെ കറക്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ്. വെച്ചിട്ട് സ്ഥലം സ്ഥിരീകരിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അത് നമ്മൾ കുറച്ചും താഴോട്ട് വരുമ്പം കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് തൊട്ട് താഴെ സേവ് ചെയ്ത് അടുത്തത് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ആ ഒരു വിവരങ്ങൾ വരും. അത് നമ്മൾ വേണം എന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ അവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ അടുത്ത പേജിലോട്ടാണ് പോകുന്നത്. അടുത്ത പേജിൽ സെൻസസ് വീടിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കേണ്ടത്. അതിൽ ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടും വായിച്ച് മനസ്സിലാക്കി തന്നെ ഉത്തരം രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക. സെൻസസ് വീടിൻ്റെ നിലത്ത് ഉപയോഗിച്ച പ്രധാന സാമഗ്രി, അതായത് നമ്മളുടെ വീട്ടിൻ്റെ തറ എന്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ചിലപ്പം മണ്ണ് കൊണ്ടായിരിക്കാം, മരം കൊണ്ട് അല്ലെങ്കിൽ മുള കൊണ്ട് ഇത് പാകിയതായിരിക്കാം, ചുടു ഇഷ്ടിക കൊണ്ടായിരിക്കാം, കല്ല്, സിമെൻറ്റ്, ഏതാണോ ഉചിതം. ഇപ്പോൾ നമുക്ക് മൊസൈക്കാണോ ടൈൽസാണോ എന്നുള്ളത് ആണ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ വീട് മാർബിൾ അല്ലെങ്കിൽ ഗ്രാനൈറ്റോ ആണെങ്കിൽ നമുക്ക് കല്ല് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇവിടെ കല്ല് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെറും കല്ലല്ല, പ്രകൃതിദത്തമായ കല്ലാണ് ഗ്രാനൈറ്റും മാർബിളും എന്ന് പറയുന്നത്. കല്ല് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇഷ്ടിക പാകിയവരാണെങ്കിൽ ചുടു ഇഷ്ടിക എന്നുള്ള അത് കൊടുക്കാം, ചുട്ട ഇഷ്ടിക എന്നുള്ള അതിൽ ഉചിതമായത് ഏതാണോ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് വേറൊരു സംശയം ഉണ്ടാകും, എൻ്റെ 2 മുറി ടൈൽസാണ്, പക്ഷേ ബാക്കിയുള്ള 4 നമ്മളെ റൂമോ അടുക്കള എന്തോ ഇതിപ്പം നമ്മൾ ഗ്രാനൈറ്റ് ആയിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് സെലക്ട് ചെയ്യും? അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലുള്ളത് ഏതാണോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എപ്പോഴും ഇതിൻ്റെ സെൻസസിൽ നമ്മൾ കൊടുക്കുന്നത് മെജോറിറ്റി ഏതാണോ അതാണ് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തി കൊടുക്കേണ്ടത്. അതിനുശേഷം സെൻസസ് വീടിൻ്റെ ഭിത്തിക്ക് ഉപയോഗിച്ച പ്രധാന സാമഗ്രി അതും നമ്മൾ പരിശോധിച്ച് ഉചിതമായത് തന്നെ നമ്മൾ വീടിൻ്റെ ഏതാണോ, ഇതിപ്പം ചുടുകട്ട കൊണ്ടായിരിക്കാം, ചിലപ്പം സിമൻറ്റ് കട്ടയായിരിക്കാം, അങ്ങനെയുള്ള ഏതാണോ നമ്മൾ ഇപ്പം ചിലർ ഷീറ്റ് കൊണ്ട് മറച്ചതായിരിക്കാം, അങ്ങനെയുള്ള അല്ലെങ്കിൽ പുല്ല് കൊണ്ടോ ഓല കൊണ്ടോ മറച്ചതായിരിക്കാം. അങ്ങനെ ഏതാണോ ഉചിതം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ഒരു ഓപ്ഷനിലോട്ട് നമ്മൾ പോകുകയാണ്. സെൻസസ് വീടിൻ്റെ മേൽക്കൂരയ്ക്ക് ഉപയോഗിച്ച പ്രധാന സാമഗ്രി അതും നമ്മൾ നമ്മളുടെ വീടിൻ്റെ കണ്ടീഷൻ പരിശോധിച്ച് ഏതാണോ ഉചിതം എന്നത്, ഏതാണോ കറക്റ്റ് എന്നുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്, പുല്ല്, ഓല, അങ്ങനത്, പ്ലാസ്റ്റിക്,
പിന്നീട് കോൺക്രീറ്റ് ഉണ്ടാകും, കൈനിർമ്മിത ഓട്, യന്ത്രനിർമ്മിത ഓട്, ചുടു ഇഷ്ടിക, കല്ല്, GI മെറ്റൽ, ആസ്ബറ്റോസ് ഷീറ്റ്, അങ്ങനെ പരമാവധി നമ്മളുടെയൊക്കെ ഏരിയയിൽ മിക്കവാറും കോൺക്രീറ്റോ അതല്ല എങ്കിൽ യന്ത്രനിർമ്മിതമായ ഓടായിരിക്കാം. പിന്നീട് പുല്ലുകൊണ്ട് മേഞ്ഞ വീടുകൾ ഉണ്ടാകും. ഷീറ്റിട്ട GI മെറ്റൽ ഷീറ്റിട്ട് ഉണ്ടെങ്കിൽ ആസ്ബറ്റോസിത്തെ ഉണ്ടാകും. അതിൽ നമ്മളുടെ ഇപ്പം നമുക്കൊക്കെ ആണെങ്കിൽ വാർത്ത കെട്ടിടാകുമ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ കോൺക്രീറ്റ് ആണെന്നുള്ളത്. ഇപ്പോൾ ചിലർക്കൊരു സംശയം ഉണ്ടാകാം, എൻ്റെ വീടിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, കോൺക്രീറ്റ് വീടാണ്, മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷീറ്റല്ലേ എൻ്റെ റൂഫ് മുകളിൽ, അതാണോ കൊടുക്കേണ്ടത് അതോ കോൺക്രീറ്റ് ആണോ? നമ്മൾ കോൺക്രീറ്റ് ആണ് കൊടുക്കേണ്ടത്. പിന്നീട് ചിലർ കോൺക്രീറ്റ് ഇട്ടിട്ട് മുകളിൽ ഒരു കുറച്ച് ഫംഗിക്കായിട്ട് ഓട് പാകുന്നവരുണ്ടാവും. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുകളിൽ ഓടല്ലേ എന്ന് തോന്നും. പക്ഷേ കോൺക്രീറ്റ് ആണ് നമ്മളുടെ യഥാർത്ഥ മേൽക്കൂര എന്നത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ആയിരിക്കണം നമ്മൾ ഉത്തരം നൽകേണ്ടത്. അത് നമ്മൾ ഉചിതമായത് നമ്മളുടെ ഏതാണോ എന്നുള്ളത് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴോട്ട് നമ്മൾ വന്ന് ഈ സെൻസസ് വീടിൻ്റെ അവസ്ഥ എന്ന്, അതാണ് അടുത്ത ചോദ്യം. അതിൽ 3 ഓപ്ഷൻ ഉണ്ട്: നല്ലത്, താമസിക്കാവുന്നത്, ജീർണിച്ചത്. നമ്മളെന്തായാലും നല്ല വീട്ടിലായിരിക്കാം താമസിക്കുന്നത്. സോ നമ്മൾ മെജോറിറ്റി നല്ലതെന്നായിരിക്കും കൊടുക്കുന്നത്. ഇനി അഥവാ ഇനി എന്തെങ്കിലും കുറച്ചും കൂടെയൊക്കെ താമസിക്കാൻ പറ്റുന്നൊരു പരുവത്തിലാണ്, അങ്ങനെയുള്ളവർ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പം ആ രീതിയിലുള്ളതാവും. പിന്നെ ജീർണിച്ചതും അതെല്ലാം നമ്മുടെ രാജ്യത്തുള്ളതാണ്. ഇത് കേരളത്തിന് വേണ്ടി മാത്രമുള്ള സെൻസസ് അല്ല. ഈ ഒരു സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യ ഒട്ടാകെ ഉള്ളതാണ്. അപ്പം ഈ ചോദ്യങ്ങളെല്ലാം ആ രീതിയിലാണ്, ഒരു വിശാല ഹൃദയത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം. അതല്ലാതെ നമ്മളുടെ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധി അല്ലെങ്കിൽ കൊല്ലം അല്ലെങ്കിൽ കേരളം ആ ഒരു പരിധിയിലുള്ള ഇന്ത്യയിൽ എല്ലായിടത്തും സെൻസസ് ഈ ഒരു ചോദ്യം ഈ ഒരു മാതൃകയിൽ തന്നെയാണ്, ഈ ഒരു ചോദ്യം വെച്ച് തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന ചോദ്യങ്ങളാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു വിശാല മനസ്സോടുകൂടി അതിനെ കണ്ട് അതിനനുസരിച്ചുള്ള ഉത്തരമാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അതിൻ്റെ ആൻസർ ഏതാണോ ഇത് നമ്മൾ അതിനനുസരിച്ച് രേഖപ്പെടുത്തുക. അതിനുശേഷം സേവ് ചെയ്ത് അടുത്തതെന്നതിൽ പോവുക. ആ വേണം എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അടുത്ത പേജിൽ പോവുകയാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ കുടുംബത്തിൽ പതിവായി താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ്. അതാണ് ചോദ്യം. ഇപ്പം നമ്മളുടെ വീട്ടിൽ 4 ആൾക്കാരാണ് ഉള്ളത്. ഇപ്പോൾ റേഷൻ കാർഡ് പ്രകാരം ഞങ്ങളുടെ വീട്ടിൽ 4 ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഗൃഹനാഥൻ്റെ മകൻ ഇപ്പോൾ മറ്റൊരു രാജ്യത്തായിരിക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഗൾഫ് കൺട്രീസിലായിരിക്കാം, യൂറോപ്യൻ കൺട്രീസിലായിരിക്കാം. കഴിഞ്ഞ 1 വർഷമായിട്ട് അല്ലെങ്കിൽ 2 വർഷമായിട്ട് അവിടെ ആണ് എങ്കിൽ നമ്മൾ ഈ ഒരു വ്യക്തിയെ നമ്മളുടെ നിലവിലെ ഈ ഒരു സെൻസസ് ഉൾപ്പെടുത്തേണ്ടതില്ല. കുറഞ്ഞത് 6 മാസമെങ്കിലും ഇവിടെ നിലവിൽ ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അതല്ലാത്ത ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതില്ല. ഇപ്പോൾ നമ്മൾ നോക്കുമ്പം റേഷൻ കാർഡിൽ എൻ്റെ മകൻ്റെ പേരുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ മകളുടെ പേരുണ്ട്, കല്യാണം കഴിച്ച് മറ്റൊരു സ്ഥലത്തായിരിക്കാം. അപ്പോൾ ഇത് റേഷൻ കാർഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനുണ്ടാകുന്ന സംശയങ്ങളാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു സെൻസസ് കൊണ്ട് ഉദ്ദേശിച്ച് ഇതിനെ ഒന്നും ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ നമ്മളെ അച്ഛന് കിട്ടുന്ന പെൻഷനെ ബാധിക്കില്ല, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അല്ലെങ്കിൽ റേഷൻ കാർഡിൽ ബാധിക്കത്തില്ല, ഒന്നിനെ ഇത് ബാധിക്കുക. ഇതിൻ്റെ ഉദ്ദേശം വേറെയാണ്. നമ്മളുടെ ഭാവി എങ്ങനായിരിക്കണം, നമ്മളുടെ അടുത്ത ഇന്ത്യ എങ്ങനെ, നമ്മളുടെ വികസനം എങ്ങനായിരിക്കണം, ഏതൊക്കെ മേഖലയാണ് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടത്, ഒരു ഏരിയയിൽ അവിടെ ഒരു സ്കൂളിൻ്റെ ആവശ്യകത ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളും കണക്കിലെടുത്ത് അവിടെ അതിൻ്റെയൊക്കെ പരിഹാരം കണ്ടെത്താനാണ് നമ്മൾ സെൻസസ് നടത്തുന്നത്. അല്ലാതെ നമ്മൾക്ക് കിട്ടുന്ന പെൻഷൻ ഇല്ലാതാക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നുമല്ല. ഇതൊക്കെ ഹൈലി കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഇതെങ്ങും പുറത്തു പോകില്ല. ഇത് ഒരു ആളുടെ വ്യക്തിയുടെ ഡേറ്റ എടുത്തല്ല നമ്മൾ അവലോകനം ചെയ്യുന്നത്, മൊത്തത്തിലുള്ള ഡേറ്റ എടുത്താണ് നമ്മൾ അവലോകനം ചെയ്യുന്നത്. ഇതൊരു കോടതിയിൽ പോലും തെളിവിനായി സ്വീകരിക്കത്തില്ല ഈ വിവരങ്ങൾ. അതുകൊണ്ട് നമ്മൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഇതിനെ കാണേണ്ടത്. ആ ഒരു കൺസെപ്റ്റിലായിരിക്കണം നമ്മൾ ഈ ഒരു മറുപടി നൽകേണ്ടത്. അങ്ങനെ ആയിരിക്കണം നമ്മൾ. അപ്പം കുടുംബത്തിൽ പതിവായി താമസിക്കുന്നവരുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇല്ലാത്തവരുടെ എണ്ണം നമ്മൾ കാണിക്കേണ്ടതില്ല. ഇപ്പോൾ ഞാനിവിടെ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നു, എൻ്റെ ഭാര്യ കാസർഗോഡാണ്. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ വല്ലതും കാണുന്നു, ഇങ്ങനെ ആയിരിക്കും. പക്ഷേ ഈ വ്യക്തി ഇവിടെ അല്ല ഉൾപ്പെടുത്തേണ്ടത്. ആ വ്യക്തി കൂടുതലും എവിടാണോ താമസിക്കുന്നത് അവിടാണ് ആ വ്യക്തി ഉൾപ്പെടുത്തേണ്ടത്. ആ രീതിയിലായിരിക്കണം നമ്മൾ ഉത്തരം എഴുതേണ്ടത് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ പുറത്തുള്ള ഗൾഫിലുള്ള അല്ലെങ്കിൽ UK നമ്മളുടെ മകനോ മകളോ ഇവിടെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. അവർ ഈ സെൻസസിൽ വരുന്നതല്ല. നമ്മൾ ആ ഒരു രീതിയിലായിരിക്കണം നമ്മളുടെ ഉത്തരങ്ങൾ രേഖപ്പെടുത്തേണ്ടതെന്ന് ശ്രദ്ധിക്കുക. ആ ഒരു എണ്ണം കൊടുക്കുക.
കുടുംബനാഥൻ നാഥയുടെ പേര് നമ്മൾ ഓൾറെഡി ഇവിടെ ആദ്യമേ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിവിടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ തിരഞ്ഞെടുത്ത ഭാഷയിൽ കൂടി തൊട്ട് താഴെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ മലയാളമാണ് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ മലയാളത്തിലും കൂടെ അവിടെ രേഖപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം കുടുംബനാഥൻ നാഥയുടെ ലിംഗഭേദം, അത് ആണ് പെണ്ണ് ട്രാൻസ്ജെൻഡർ ഏതാണോ എന്നുള്ളത് ആ ഒരു വിവരങ്ങൾ കൂടി നമ്മൾ തൊട്ട് താഴെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പട്ടികജാതി പട്ടികവർഗമോ അല്ലെങ്കിൽ മറ്റുള്ളവരാണെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ വരുന്നതാണെങ്കിൽ നമ്മൾ അത് സെലക്ട് ചെയ്യുക. അതല്ല എങ്കിൽ നമ്മൾ മറ്റുള്ളവർ എന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മളുടെ വിഭാഗം ഏതിലാണ് ഉൾപ്പെടുത്തുന്നതെന്ന് നമുക്ക് ആ ഒരു ഓപ്ഷൻ അവിടുന്ന് കാണാൻ പറ്റും. ആരൊക്കെയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതെന്നുള്ളത് നമുക്ക് ആ ഒരു ലിസ്റ്റിൽ നമുക്ക് നോക്കി പരിശോധിക്കാവുന്നതുമാണ്. അതിനുശേഷം വീടിൻ്റെ ഉടമസ്ഥത. വീടിൻ്റെ ഉടമസ്ഥത 3 ഓപ്ഷനുണ്ട്. സ്വന്തമായി മറ്റെവിടെയെങ്കിലും വീടുണ്ടെങ്കിലും നിലവിൽ വാടകയ്ക്ക് താമസിക്കുന്നത്, സ്വന്തമായി വീടില്ലാതെ വാടകയ്ക്ക് താമസിക്കുന്നവർ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്നുള്ള രീതിയിൽ ആ രീതിയിലുള്ളതും നമുക്ക് ഇവിടുന്ന് ഉണ്ട്. അപ്പം നമ്മൾ കറക്റ്റായിട്ടുള്ള ഇതായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പം ചിലർ വാടകയ്ക്കായിരിക്കും താമസിക്കുന്നത്, സ്വന്തം വീടുണ്ടായിരിക്കും, പക്ഷെ ആ വിചാരിക്കും എനിക്ക് സ്വന്തം വീടുണ്ടല്ലോ, പിന്നെ ഞാൻ ഈ സ്വന്തമായി വീടുണ്ടെങ്കിലും വാടകയ്ക്ക് താമസിക്കേണ്ടത് കൊടുക്കേണ്ടതുണ്ടോ എന്നൊക്കെ സംശയം ഉണ്ടാകും. നിലവിലെ അവസ്ഥയാണ് ചോദിക്കുന്നത്. ഈ സെൻസസ് വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് താമസിക്കുന്നത് ആ ഒരു അവസ്ഥയാണ് ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരമാണ് നമ്മളിവിടെ രേഖപ്പെടുത്തി കൊടുക്കേണ്ടത്. ആ ഒരു ഉത്തരം രേഖപ്പെടുത്തുക. അതിനുശേഷമുള്ള ചോദ്യം എന്ന് പറയുന്നത് താമസിക്കുവാനുള്ള മുറികളുടെ എണ്ണം. താമസിക്കാനുള്ള മുറികളുടെ എണ്ണം എന്ന് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അതിനകത്ത് നമ്മൾ വീട്ടിലുള്ള എല്ലാ മുറികളുമല്ല, അതിൽ നിന്നും പലതും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഈ ഒഴിവാക്കേണ്ടതായ കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൻ്റെ അടുക്കള, കുളിമുറി, കക്കൂസ്, സ്റ്റോർ റൂം, ഇടനാഴി, വരാന്ത, മുറിയ ഇവയൊന്നും നമ്മൾ കണക്കാക്കരുത്. അല്ലാത്തുള്ള ബാക്കിയുള്ള റൂമുകളുടെ എണ്ണമാണ് നമ്മൾ ഇതായിട്ട് കണക്കാക്കേണ്ടത്. ആ ഒരു എണ്ണമാണ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് തൊട്ട് താഴെ ഈ കുടുംബത്തിൽ താമസിക്കുന്ന ദമ്പതികളുടെ എണ്ണം, അതും നമ്മൾ ഉചിതമായി എത്ര പേരുണ്ടെന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്ത് അടുത്തതിലോട്ട് പോകുക. നമ്മളത് എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് അടുത്തത് കൊടുത്ത് ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോകുന്നു. ഇനി അടുത്ത ചോദ്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കുടിവെള്ളത്തിൻ്റെ പ്രധാന സ്രോതസ് ഏതാണെന്നാണ് നമ്മളെ ചോദ്യം. ഇവിടെയൊക്കെ പലർക്കും തെറ്റ് പറ്റുന്നതും കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ്. ഇത് കുടിവെള്ളത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്, നമ്മുടെ വീട്ടിൽ വരുന്ന വെള്ളത്തെക്കുറിച്ചുള്ളതല്ല, കുടിവെള്ളത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. അതിനുള്ള ഉത്തരമാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ നമ്മൾ കോർപ്പറേഷൻ പരിധിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് പൈപ്പ് വെള്ളമായിരിക്കും, ശുദ്ധീകരിച്ച പൈപ്പ് വെള്ളം. കാര്യം അത് ശുദ്ധീകരിച്ചാണ് നമ്മളുടെ വീട്ടിലോട്ട് എത്തുന്നത് ആയിരിക്കാം. ആ വ്യക്തിയുടെ വീട്ടിൽ ചിലപ്പോൾ പണ്ടുള്ള ഈ വീടൊക്കെയാണ്, ചിലപ്പോൾ കിണറുണ്ടായിരിക്കാം. അപ്പോൾ ഈ വ്യക്തി ചിലപ്പോൾ കിണറിൽ നിന്നായിരിക്കും വെള്ളം കുടിക്കുന്നത്. കിണറ്റിൽ നിന്നുള്ള വെള്ളമായിരിക്കാം അവർ കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സാണ് ചോദിച്ചിരിക്കുന്നത്, അതായിരിക്കാം. അപ്പോൾ നമ്മൾ ഉചിതമായത് ചിലപ്പോൾ ഇപ്പം അവിടെ കുടിവെള്ളം കിണറുണ്ടായിരിക്കാം, പൈപ്പ് വെള്ളം ഉണ്ടായിരിക്കാം, പക്ഷേ ഇവർ പുറത്തുനിന്ന് ക്യാനിൽ വെള്ളം വാങ്ങിച്ച് അതായിരിക്കാം കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? അതിനും ഇതിനകത്ത് ഓപ്ഷനുണ്ട്. അതായിരിക്കണം പാക്ക് ചെയ്ത എന്ന് നമ്മൾ താഴോട്ട് വരുമ്പോൾ കാണാൻ കഴിയുന്നതാണ്. പാക്ക് ചെയ്ത കുപ്പിവെള്ളം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആ രീതിയിലായിരിക്കണം നമ്മൾ ഈ ചോദ്യങ്ങളെ ഓരോന്നും കാണേണ്ടത്. അതല്ലാതെ നമ്മൾ വീട്ടിൽ വെള്ളം വരുന്നത് എങ്ങനെയാണ്, അത് കോർപ്പറേഷൻ്റെ പൈപ്പിൽ നിന്ന് വരുന്നത്, ആ രീതിയിലല്ല. ഇവിടെ ചോദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? കുടിവെള്ളത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അടുത്തത് കുടിവെള്ള സ്രോതസ്സിൻ്റെ ലഭ്യത. അതും നമ്മുടെ പരിസരത്ത് നിന്നാണോ അതൊക്കെ നമുക്ക് ലഭിക്കുന്നത്, അതല്ലെങ്കിൽ പരിസരത്തിനടുത്ത് അല്ലെങ്കിൽ ദൂരെ. ഈ ദൂരെയും ഈ പരിസരത്തിനടുത്തിനൊക്കെ എന്ന് പറയുന്നതിൽ ഒരു നിശ്ചിത പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പം ഗ്രാമപ്രദേശത്താണെങ്കിൽ 1/2 കിലോമീറ്റർ വരെയാണ് ഈ പരിസരത്തിനടുത്ത് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നഗരപ്രദേശങ്ങളിലാണെങ്കിൽ അതിനും ഒരിതുണ്ട്, 100 മീറ്ററാണ് അതിനും ഒരു ലിമിറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. അതും കൂടെ നമ്മളൊന്ന് അറിഞ്ഞു വെക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് വെളിച്ചത്തിൻ്റെ പ്രധാന സ്രോതസ്സാണ്. അത് ഏതാണെന്നുള്ളത് നമ്മൾ ഉചിതമായത് തിരഞ്ഞെടുക്കുക. ഇവിടെയും ചോദിക്കുന്നത് വെളിച്ചത്തിൻ്റെയാണ്, നമ്മളെ വീട്ടിൽ വരുന്ന മറ്റ് കാര്യങ്ങളുടെ അല്ല, വെളിച്ചത്തിൻ്റെ പ്രധാന സ്രോതസ്സാണ്. അത് വൈദ്യുതിയാകാം, നമ്മൾ മണ്ണെണ്ണ ആയിരിക്കാം, സൗരോർജ്ജം ഉപയോഗിക്കുന്നവരുണ്ടാകാം, അതിൽ നിന്നും ഏതാണോ ഉള്ളത്. അപ്പം നമ്മുടെ വീട്ടിൽ സൗരോർജ്ജ ഇതാണ് ഉണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതല്ല വൈദ്യുതി ആണെങ്കിൽ വൈദ്യുതി, അതല്ലെങ്കിൽ നമ്മൾ വെളിച്ചത്തിന് ആശ്രയിക്കുന്നത് മണ്ണെണ്ണയാണെങ്കിൽ അത്, അല്ലെങ്കിൽ മറ്റ് എണ്ണകൾ ഉപയോഗിച്ച് ചെയ്തുള്ളതാണെങ്കിൽ അത്, അതിൽ ഉചിതമായത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി വിളക്ക് കത്തിക്കുന്നില്ല എങ്കിൽ അതിനും നമുക്ക് ഓപ്ഷൻ ഉണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഉദ്ദേശിച്ച് മാത്രമുള്ളതല്ല, ഇന്ത്യ മൊത്തത്തിലുള്ളതാണ്. ആ രീതിയിലാണ് നമ്മളിതിനെ കാണേണ്ടത്. അടുത്തത് കക്കൂസിൻ്റെ ലഭ്യത. കക്കൂസിൻ്റെ ലഭ്യത എന്ന ഒരു ഭാഗത്ത് നമുക്കിവിടെ ചോദ്യം കുടുംബത്തിൻ്റെ ഉപയോഗത്തിന് മാത്രം, അതല്ല എങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട് മറ്റു കുടുംബവുമായി പങ്കിടുന്നു പൊതു കക്കൂസ്, അതല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് തുറസായ സ്ഥലത്താണ് പോകുന്നതെങ്കിൽ അതിന്. ഇത് നമ്മളിപ്പം കേരളത്തിലാണ് താമസിക്കുന്നത്, അതിൽ നമ്മൾ ആദ്യത്തെ ഒരു ഓപ്ഷനകത്ത് തന്നെ ആയിരിക്കും നമ്മളുടെ ഉത്തരം വരുന്നത്. അതിൽ തന്നെയും ആദ്യത്തേതായിരിക്കും ഒരു മെജോറിറ്റി വരുന്നത് കുടുംബത്തിൻ്റെ ഉപയോഗത്തിന് മാത്രം എന്നുള്ളതായിരിക്കും. അതിൽ നമ്മളുടെ വീട്ടിൻ്റെ അവസ്ഥ ഇത് നോക്കി നമ്മളവിടെ രേഖപ്പെടുത്തുക. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് കക്കൂസിൻ്റെ തരം എന്നുള്ളത്. അത് ഫ്ലഷ്, വെള്ളം ഒഴിക്കുന്ന ഫ്ലഷ് കക്കൂസ് ബന്ധിപ്പിച്ചിട്ടുള്ള ഇതും കേരളത്തിൻ്റെ നിലവിലിത് വെച്ച് ആദ്യത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും നമുക്ക് മെജോറിറ്റി വരുന്നത്. അതിൽ നമ്മളുടെ സെപ്റ്റിക് ടാങ്കുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതല്ലെങ്കിൽ ചിലപ്പം നമ്മളുടെ ഒരു ഏരിയയിൽ, നമ്മളുടെ ആ ഒരു ഏരിയയിലുള്ള വീട്ടുകളുടെ എല്ലാം ഒരു പ്രത്യേക ഇത് വഴി അത് നമ്മളൊരു മറ്റൊരു കോമൺ ആയിട്ടുള്ളൊരു ഇതിലോട്ടാണ് ഒരു എന്താ പറയുന്നത് ഡ്രെയിനേജ് ഒരു സിസ്റ്റം കാണും, അതുവഴിയാണ് അതിലായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അത്. അതല്ല എങ്കിൽ മെജോറിറ്റി നമ്മൾ സെപ്റ്റിക് ടാങ്ക് ആയിരിക്കാം. നമ്മൾ അതിനനുസരിച്ച് നമ്മളുടെ ഒരു ഉത്തരം നമ്മളവിടെ രേഖപ്പെടുത്തുക. അതും നമ്മളുടെ വീടിൻ്റെ അവസ്ഥയാണ് കോമൺലി ബാധിച്ച് നമുക്കൊരിക്കലും അതിനെ അസസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനനുസരിച്ചുള്ള ഉത്തരം നമ്മളവിടെ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. മെജോറിറ്റി ഒന്നാമത്തെ ഉള്ള ഓപ്ഷൻ തന്നെ ആയിരിക്കും നമ്മൾ കേരളത്തിലുള്ളവർക്ക് അത് വരുന്നത് എന്ന് നമുക്ക് ഇത് ചെയ്യാം. അതിനുശേഷം അടുത്ത ഒരു എന്ന് പറയുന്നത് അഴുക്ക് വെള്ളക്കുഴൽ ബന്ധിപ്പിച്ചിട്ടുള്ളത്. അതായത് നമ്മളുടെ വീട്ടിലെ ബാത്റൂമിൽ നിന്ന് അടുക്കള ബാത്റൂം കൊണ്ട് ഉദ്ദേശിക്കുന്ന കുളിപ്പുരയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ നമ്മളുടെ അടുക്കളയിൽ നിന്നുള്ള അത് നമ്മളൊരു ഡ്രെയിനേജുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ ഒരു ചോദ്യത്തിലും നമുക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാക്കും. ഇപ്പം നമ്മളുടെ വീട്ടിലെ അടുക്കളയിലെ വെള്ളം നമുക്ക് അവിടെ ഒരു പൂന്തോട്ടമുണ്ട്, നമ്മൾ അങ്ങോട്ടാണ് ഒഴുക്കി വിടുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിലൊരു ഡ്രെയിനേജും ഉണ്ടാകും. അപ്പോൾ ഞാൻ എന്ത് ഉത്തരമാണ് കൊടുക്കേണ്ടത്? ഡ്രെയിനേജ് ഉണ്ടെങ്കിൽ നമ്മൾ അതാണ് സെലക്ട് ചെയ്തേണ്ടത്. മൂടിയ ഡ്രെയിനേജ്, തുറന്ന ഡ്രെയിനേജ്, അല്ലെങ്കിൽ ഡ്രെയിനേജ് ഇല്ല എങ്കിൽ ഡ്രെയിനേജ് ഇല്ല എന്നുള്ളത്. പക്ഷേ നമ്മൾ വീട്ടിൽ ഡ്രെയിനേജ് ഉണ്ട്, പക്ഷേ നമ്മൾ ഇപ്പം കുറച്ച് വെള്ളം നമ്മൾ അങ്ങോട്ട് നമ്മുടെ പൂന്തോട്ടത്തിലോട്ട് വഴിതിരിച്ച് വിടുന്നു. പക്ഷേ ഡ്രെയിനേജ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കണക്ക് കൂട്ടേണ്ട, ഡ്രെയിനേജ് ഉണ്ട് എന്നുള്ള ഉത്തരം തന്നെയാണ് നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കേണ്ടത്. ഇനി പരിസരത്ത് ലഭ്യമായ കുളിക്കുവാനുള്ള സൗകര്യം, അതും നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ആയിരിക്കാം കൂടുതൽ വരുന്നത് എന്ന് നമുക്ക് തോന്നും. കുളിമുറിയുണ്ട്, മേൽക്കൂരയില്ലാത്ത മറപ്പുര, അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത്. അതിൽ ഒന്നോ രണ്ടോ ആയിരിക്കാം നമ്മളുടെ ഉത്തരം മെജോറിറ്റി നമുക്ക് വരുന്നത്. അതും നമ്മൾ ഉചിതമായത് സെലക്ട് ചെയ്യുക. ഇനി അടുത്ത ഒരു ചോദ്യം അടുക്കളയുടെയും LPG NG കണക്ഷൻ്റെ ലഭ്യത. ഇതാണ് നമ്മുടെ ചോദ്യം. ഇതിൽ നമ്മൾ ഏതാണോ വരുന്നത് അതിനനുസരിച്ച് സെലക്ട് ചെയ്തു. പാചകം അടുക്കളയിൽ, പിന്നെ പാചകം വീട്ടിനുള്ളിൽ എന്നാൽ അടുക്കളയിലല്ല. അതിന് താഴെ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്, പാചകം തുറസായ സ്ഥലത്ത് വീടിന് പുറത്ത്, അല്ലെങ്കിൽ പാചകമില്ല. ഇത്രയാണ് ഓപ്ഷൻ. ഇതിൽ നമ്മളുടെ ഓപ്ഷൻ ഏതാണോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ആദ്യം നമ്മൾ അടുക്കളയിലാണ് പാചകം ചെയ്യുന്നതെങ്കിൽ അതിലുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പം ചിലപ്പോൾ നോക്കി ഇപ്പോൾ അടുക്കളയില്ലാത്ത വീട് ഏതുണ്ട് എന്നൊക്കെ ഒരു സംശയം ഉണ്ടാകാം. ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു വീട്, ചിലപ്പോൾ അവിടെ അടുക്കള കാണത്തില്ല. ഒരു മുറിക്കകത്ത് ഇവരെല്ലാവരും കിടക്കുന്നു, അതിൻ്റെ ഒരു ഭാഗം മറച്ച് നമ്മൾ അവിടെ പാകം ചെയ്യുന്നു. അപ്പം ആ രീതിയിലുള്ള കൺസെപ്റ്റ് വീണ്ടും പറയുന്നു, കേരളത്തിന് ഉദ്ദേശം മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെയുള്ള ചോദ്യം ഇതൊക്കെ തന്നെയാണ്. അവരുടെ എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളിച്ചുള്ള ചോദ്യങ്ങളാണ് ഇത് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കുക. അതിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ നമ്മൾ കൊടുക്കുക. ഇനി പാചകം ഇല്ലാത്തൊരു വീടാണെങ്കിൽ, നമ്മൾ പുറത്തുനിന്നാണ് കഴിക്കുന്നതെങ്കിൽ അതിനും ഓപ്ഷനുണ്ട് പാചകമില്ല എന്നുള്ളത്. ഇനി പാചകത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം, അതും ഒരുപാട് ഓപ്ഷനുണ്ട്. അതിൽ വിറക്, വിളവിൻ്റെ അവശിഷ്ടം, അതായത് നമുക്കിപ്പോൾ തൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഓരോ ഇതുണ്ടല്ലോ, അതൊക്കെയാണ് ഉദ്ദേശിച്ചത്. ചാണക, വരളി, ഏതാണോ നമ്മൾ കൂടുതൽ. ഇപ്പം നമ്മളുടെ വീട്ടിൽ ചിലപ്പം മണ്ണെണ്ണ സ്റ്റൗ ഉണ്ടായിരിക്കും, LPG ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏതാണോ അതാണ് നമ്മളിവിടെ രേഖപ്പെടുത്തി കൊടുക്കേണ്ടത്. അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്ത് അടുത്തതിലോട്ട് പോവുക. ഇനി കുടുംബത്തിൻ്റെ കൈവശമുള്ള ആസ്തികൾ, ഇതും നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ളതാണ് പലർക്കും. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ചോദിക്കുമ്പം റേഡിയോ, ട്രാൻസിസ്റ്റർ, എൻ്റെ വീട്ടിൽ റേഡിയോ ഇല്ല, അതല്ലെങ്കിൽ പണ്ട് അപ്പൂപ്പൻ വാങ്ങിച്ച ഒരു റേഡിയോ ഇരിപ്പുണ്ട്, ഉപയോഗിക്കത്തില്ല. ഉണ്ടെങ്കിൽ നമ്മളത് പരമ്പരാഗത റേഡിയോ സെറ്റ് ഉണ്ട്. അങ്ങനെയല്ല നമ്മളിവിടെ ആൻസർ കൊടുക്കേണ്ടത്. നമ്മൾ റേഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ഏതും എങ്ങനെയാണ്,
ഇപ്പം വീട്ടിൽ റേഡിയോ, പരമ്പരാഗത റേഡിയോ സെറ്റ് ഉണ്ടെങ്കിൽ അതിലൂടെയാണോ, അതല്ലെങ്കിൽ നമ്മൾ മൊബൈലിലൂടെയാണോ കേൾക്കുന്നത്, അതല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓട്ടിച്ചുകൊണ്ട് പോകുന്നു, കാർ ഓട്ടിക്കുന്നു, കാറിൽ റേഡിയോ സെറ്റ് ഉണ്ട്, അതുവഴിയാണോ കേൾക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള അതാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. ആ ഒരു ഉത്തരമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അതാണ്. പക്ഷെ നമ്മൾ അതിനെ മറ്റു രീതിയിൽ കാണരുത്. നമ്മൾ വീട്ടിൽ പഴയ അപ്പൂപ്പൻ മേടിച്ച റേഡിയോ ഉണ്ട്, അതുകൊണ്ട് ആ ഒന്നാമത്തെ ഓപ്ഷൻ കുത്താം, അങ്ങനല്ല. നമ്മൾ എങ്ങനെയാണ് റേഡിയോ കേൾക്കുന്നത് എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഉത്തരമായിരിക്കണം നമ്മളിവിടെ രേഖപ്പെടുത്തി കൊടുക്കേണ്ടത്. അതിന് തൊട്ട് താഴെ അടുത്ത ഓപ്ഷനുണ്ട് ടെലിവിഷൻ്റെത്. ടെലിവിഷനും അതുപോലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ദൂരദർശൻ്റെ പഴയ ആൻറ്റിന ഡിഷ് ഇതാണോ, അതല്ലെങ്കിൽ നമ്മളുടെ DTH ഉണ്ട് അതാണോ, അല്ലെങ്കിൽ കേബിൾ കണക്ഷൻ ആണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാം നമുക്കിപ്പം വീട്ടിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഇതും കൂടെ കിട്ടും. ഇപ്പം എയർടെലിൻ്റെ ആയാലും അങ്ങനെ ഏഷ്യാനെറ്റിൻ്റെ ഒക്കെ അങ്ങനെ കുറേ ഓഫറുകളുണ്ട്. അതാണോ എന്നൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇല്ല എങ്കിൽ നമ്മൾ ഇല്ല എന്ന് കൊടുക്കുക. അതാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇൻ്റർനെറ്റിൻ്റെ ലഭ്യത എന്നുള്ള ഭാഗത്ത് നമ്മൾ എങ്ങനെയാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത്, അത് ലാപ്ടോപ്പിൽ, കമ്പ്യൂട്ടറിൽ, മൊബൈലിൽ, സ്മാർട്ട് ഫോണിൽ, അതെങ്കിലും മറ്റേതെങ്കിലും ഉപകരണത്തിൽ. ഇപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ നമ്മളൊരു വൈഫൈ മോഡം മേടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും, വീട്ടിൽ ലാപ്ടോപ്പ് ഉണ്ടായിരിക്കാം, മൊബൈൽ ഫോണിൽ നമ്മൾ ഈ വൈഫൈ മോഡത്തിൽ നിന്നുള്ള നെറ്റ് ഉപയോഗിക്കുന്നു. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഏതിലൂടെയാണ്, അതിനുള്ള ഉത്തരമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ലാപ്ടോപ്പിലും നെറ്റ് ഉപയോഗിക്കും, പക്ഷേ അതിലുപരി എല്ലാവരും സ്വന്തം ഫോണിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ, സ്മാർട്ട് ഫോണിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളിവിടെ മൊബൈലിൽ, സ്മാർട്ട് ഫോണിൽ എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിനനുസരിച്ച് നമ്മൾ ഏതാണോ എന്നുള്ളത്. ഇപ്പം നമ്മൾ വേറെ മൊബൈൽ ഫോണിലൊന്നും നമ്മൾ നെറ്റ് ഉപയോഗിക്കുന്നില്ല, ലാപ്ടോപ്പിലാണ് നെറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അത് കൊടുത്താൽ മതി. ഇല്ല എങ്കിൽ നമ്മൾ ഇല്ല എന്നുള്ള ഓപ്ഷൻ നമ്മളിവിടെ രേഖപ്പെടുത്തി കൊടുക്കുക. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, അത് ഉണ്ട് ഇല്ല എന്നൊരു ഓപ്ഷനാണ് നമുക്കിവിടെ ഉള്ളത്. ഇപ്പോൾ നമുക്കൊരു സംശയമുണ്ട്. അപ്പം എൻ്റെ വീട്ടിൽ ലാപ്ടോപ്പ് ഇല്ല, പക്ഷേ ഞാൻ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്, എനിക്ക് കമ്പനി ഒരു ലാപ്ടോപ്പ് അനുവദിച്ചിട്ടുണ്ട്, അത് ഞാൻ വീട്ടിൽ കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ ലാപ്ടോപ്പ് ഉണ്ട് എന്നുള്ള ഉത്തരമാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. നമ്മൾ സ്വന്തമായി വാങ്ങിച്ചു എന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളെ കയ്യിലുണ്ടോ, അത് നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടിയതായിരിക്കാം. ഇവിടെ സ്വന്തമോ ഇതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളെ കയ്യിലുണ്ടോ, ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടെന്ന് തന്നെ കൊടുക്കുക. ഇപ്പോൾ ഇനി വേറൊരു ഉദാഹരണം. ഇപ്പോൾ നമ്മളുടെ മകൻ്റെ കൂട്ടുകാരൻ, അവന് 2 ലാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം പുതിയതാവും മേടിച്ചപ്പോഴത്തേക്ക് പഴയത് മകന് കൊടുത്തു. സത്യത്തിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം കൂട്ടുകാരൻ്റെയാണ്, പക്ഷേ നിലവിൽ ഈ വ്യക്തിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വീട്ടിൽ ലാപ്ടോപ്പ് ഉണ്ടെന്ന് തന്നെ കൊടുക്കാം. അതല്ലാതെ നമ്മളത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഇനി ഇതുകൊണ്ട് ലാപ്ടോപ്പ് കൊണ്ട് ഇനി എന്തെങ്കിലും ആനുകൂല്യം നഷ്ടപ്പെടുമോ, അങ്ങനൊന്നുമില്ല. അതിനൊന്നുമല്ല ഈ ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഉത്തരങ്ങൾ ശേഖരിക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്ത ഒരു ചോദ്യം വരുന്നത് ടെലിഫോൺ, മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ ഇതാണ്. അതിലും നമ്മൾ അതിനനുസരിച്ചുള്ള ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുക. ലാൻഡ് ലൈൻ മാത്രമുള്ളവരാണെങ്കിൽ അത്, ഇനി സ്മാർട്ട് ഫോണും മറ്റ് സാധാരണ മൊബൈൽ ഫോണുള്ളവർ അത് സെലക്ട് ചെയ്യുക. ഇനി രണ്ടുമുള്ളവർ ആ ഓപ്ഷൻ ഇത് നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഉചിതമായ രീതിയിൽ ഏതാണോ നമുക്ക് തോന്നുന്നതല്ല ശരിയായിട്ടുള്ളത്, അത് തന്നെ അവിടെ നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി അടുത്തത് സൈക്കിൾ, സ്കൂട്ടർ, മോട്ടോർ സൈക്കിൾ, മോപ്പഡ്, ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ സൈക്കിൾ ഉണ്ടെങ്കിൽ സൈക്കിള്, ഇനി സ്കൂട്ടർ, മോട്ടോർ സൈക്കിൾ ഉണ്ടെങ്കിൽ അത്, രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും, ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെയൊക്കെ വേണമെങ്കിൽ നമ്മളുടെ വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ടാകും, 4 വയസ്സുള്ള കുട്ടിക്ക് നമ്മൾ സൈക്കിള് വാങ്ങിച്ചു കൊടുക്കുമല്ലോ, അങ്ങനെയൊക്കെയുള്ള ആ സൈക്കിള് നമുക്കിവിടെ ചേർക്കാമോ? എൻ്റെ വീട്ടിൽ സൈക്കിളുണ്ടല്ലോ, അപ്പോൾ സൈക്കിളും മോട്ടോർ സൈക്കിളും ഉണ്ടെന്നുള്ള കൊടുക്കാമോ? അങ്ങനല്ല, നമ്മൾ ഗതാഗതത്തിനായി ഉപയോഗിക്കുന്നത്. ആ രീതിയിലാണ് ഇവിടെ ആ ചോദ്യം ക്രമീകരിച്ചിട്ടുള്ളത്. ആ രീതിയിലായിരിക്കണം നമ്മൾ ഉത്തരവും കൊടുക്കേണ്ടത്. അതിനനുസരിച്ച് ഇല്ല എങ്കിൽ നമുക്കൊന്നുമില്ല എന്ന് കൊടുക്കാം. ഇനി കാറ്, ജീപ്പ്, വാന്, ഇവിടെയും പലർക്കും ഒരു സംശയം ഉണ്ടാകുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് ഒരു വ്യക്തി റെൻറ്റിന് കാർ എടുത്ത് റെൻറ്റിന് ഇത് ചെയ്യുകയാണ്. ആ കാറ് ഈ വ്യക്തിയുടെ സ്വന്തമല്ല, അത് ഉൾപ്പെടുത്തണോ വേണ്ടയോ? തീർച്ചയായിട്ടും ഈ ഒരു വിവരശേഖരണത്തിൽ നമ്മളത് കാണിക്കണം. അത് കാണിച്ചെന്നും പറഞ്ഞ് അച്ഛന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോകത്തില്ല. വീണ്ടും പറയുന്നത് ഇത് അതിനുള്ളതല്ല. നിലവിൽ നമ്മളെ കയ്യിലുണ്ടോ, അത് നമ്മുടെ ഉടമസ്ഥാവകാശം ഇല്ലെങ്കിലും കൈവശാവകാശം പ്രകാരം നമ്മളെ കയ്യിലാണല്ലോ, നമ്മുടെ കൈവശമാണല്ലോ. അപ്പം അതാണ് ചോദിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മളുടെ മകൻ്റെ കൂട്ടുകാരൻ UK പോയി, അവൻ്റെ കാറ് നമ്മളുടെ വീട്ടിൽ കൊണ്ടിട്ടു, നമ്മളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, മകനാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കാറുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് സ്വന്തമായിട്ടില്ലായിരിക്കാം, പക്ഷേ നിലവിൽ
കൂട്ടുകാരൻ്റെ കാറ് നമ്മളുടെ മകനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഉണ്ട് എന്ന് തന്നെ കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന യാതൊരുവിധ ആനുകൂല്യങ്ങളും നഷ്ടപ്പെടത്തില്ല. ആ രീതിയിൽ അതിനെ കാണരുത് എന്ന് മാത്രമാണ് വീണ്ടും 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 ഓർമ്മിപ്പിക്കുന്നത്. അടുത്തത്, കുടുംബത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ധാന്യം. അതും നമ്മളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന അരിയാണോ ഗോതമ്പാണോ? ഇപ്പം 2 പേര് ഗോതമ്പ് ഇത് കഴിക്കുന്നു, 4 പേര് അരി കഴിക്കുന്നു. നമ്മൾ അരി എന്നുള്ള ഉത്തരം കൊടുത്താൽ അത് മെജോറിറ്റിയാണ് അവിടെ കണക്കാക്കേണ്ടത്. അതിനനുസരിച്ച് നമ്മൾ ഉത്തരം കൊടുക്കുക. തൊട്ട് താഴെ നമ്മളുടെ മൊബൈൽ നമ്പർ അവിടെ വരും. നമ്മൾ ആദ്യമേ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സേവ് ചെയ്ത് മുന്നോട്ട് പോകുക. പിന്നീട് നമ്മൾ കൊടുത്ത ഓരോ ചോദ്യത്തിനുമുള്ള ഉത്തരങ്ങൾ നമുക്ക് പ്രിവ്യൂ ചെയ്ത് കാണാൻ കഴിയുന്നതാണ്. ഓരോന്നും നമ്മൾ ഒന്നുകൂടി പരിശോധിക്കുക. ഓരോ ചോദ്യങ്ങൾ നമ്മൾ ഒന്നുകൂടി വായിച്ച് നമ്മൾ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് നമ്മൾ ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പ് വരുത്തുക. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നതാണ്. അത് നമ്മൾ ഓരോന്നും പരിശോധിച്ച് കഴിഞ്ഞാൽ സ്ഥിരീകരിച്ച് മുന്നോട്ട് പോവുക. ഡ്രാഫ്റ്റായിട്ട് സംരക്ഷിക്കുക. അതിന് താഴെ എന്തെങ്കിലും എഡിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാനും ഓപ്ഷനുണ്ട്. ഞാനിവിടെ വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്ഥിരീകരിച്ച് മുന്നോട്ട് പോകാമെന്ന് വന്ന് ഓക്കെ കൊടുത്തു. നമുക്കൊരു സെൽഫ് എന്യൂമറേഷൻ ID ഇവിടുന്ന് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കുറിച്ച് വെക്കുക. നമ്മൾ നൽകിയ മൊബൈൽ ഫോണിലോട്ടും നമ്മൾ നൽകിയ മെയിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അതിലും ഇത് വരുന്നതാണ്. ഇനി നമ്മളുടെ വീട്ടിൽ ഇത് ചെയ്തു എന്നും പറഞ്ഞ് നമ്മളുടെ വീട്ടിൽ എന്യൂമറേറ്റർ വരാതിരിക്കത്തില്ല. എന്യൂമറേറ്റർ വരുമ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ആപ്പിൽ ഒരു ചോദ്യം വരും, സെൽഫ് എന്യൂമറേഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അവിടെ യെസ് കൊടുത്ത് നമ്മളുടെ ഈ ഒരു ID കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഉത്തരങ്ങളെല്ലാം കാണാൻ പറ്റും. അദ്ദേഹം ഇത് ഒന്നുകൂടി പരിശോധിക്കും. അതിനുശേഷം മാത്രമേ അദ്ദേഹം അത് സേവ് ചെയ്ത് എടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ഇപ്പോൾ ഓലമേഞ്ഞ വീടാണ്, നമ്മൾ കോൺക്രീറ്റ് ഒരു പവർ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് കോൺക്രീറ്റ് കൊടുത്തു, പക്ഷെ അദ്ദേഹം വരുമ്പോൾ ഓലമേഞ്ഞാണെങ്കിൽ അദ്ദേഹം അത് തിരുത്തി ഇത് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്തത് കൊണ്ട് കാര്യമില്ല, കാര്യം അദ്ദേഹം അത് വന്ന് തിരുത്തി അത് വീണ്ടും അത് മാറ്റും. പിന്നീട് നമ്മുടെ ലൊക്കേഷൻ പരമാവധി അടുത്ത് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. കഴക്കൂട്ടത്തുള്ള ഒരാൾ ശ്രീകാര്യമാണ് ലൊക്കേഷൻ വെച്ചെങ്കിൽ ഇവിടെ SCID കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ആപ്പിൽ അത് SCID നമ്പർ അടിക്കുമ്പോൾ അത് ലിസ്റ്റ് ചെയ്യത്തില്ല. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തുള്ള HLBയിലുള്ളയാണെങ്കിൽ അത് ലിസ്റ്റ് ചെയ്യും. അതിനപ്പുറത്തോട്ടുള്ള ഒന്നും ലിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കൃത്യമായ വിവരങ്ങൾ നമ്മൾ നൽകുവാൻ ശ്രദ്ധിക്കുക. ഇതുകൊണ്ട് നമുക്ക് നമ്മളുടെ ആനുകൂല്യങ്ങളൊന്നും നഷ്ടപ്പെടുകയില്ല. ഇത് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ളതുമല്ല, ആ ഒരു നഷ്ടപ്പെടുത്താൻ വേണ്ടിയുള്ളതുമല്ല എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. ഈ ചോദ്യങ്ങൾ രാജ്യമൊട്ടാകെയുള്ള ചോദ്യങ്ങളാണ്, കേരളത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്യാനായിട്ട് പരമാവധി പേരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. എല്ലാ സർക്കാർ ജീവനക്കാരും നമ്മൾ മാതൃകയാവുക, മറ്റ് പൊതുജനങ്ങൾക്ക് മാതൃകയാവുക, സെൽഫ് എന്യൂമറേഷൻ ചെയ്ത് മാതൃകയാവുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.